നമസ്കാരം. ശ്രുതിമാധുര്യവും രാഗലാവണ്യവും സമന്വയിക്കുന്ന ഒരു സുന്ദര സായാഹ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്വേത, ഇന്നത്തെ ഈ പരിപാടിയുടെ അവതാരക. 36 വർഷങ്ങൾക്ക് മുൻപ് സംഗീതം ഒരു ആരാധനയായി കാണുന്നവർക്കായും അതിൻ്റെ ആത്മീയത വഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായും ഒരു ദീപസ്തംഭമായി സംഗീതജ്ഞനും ഗായകനുമായ ശ്രീ MD സോമശേഖർ ആരംഭിച്ച പ്രസ്ഥാനമാണ് നാദബ്രഹ്മം ഫൗണ്ടേഷൻ. സംഗീതത്തോടുള്ള അതേ പ്രണയവും സമർപ്പണവുമാണ് ഇന്നും നാദബ്രഹ്മത്തിനെ വിജയകരമായി മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ ശക്തി. ഇതിനോടൊപ്പം തന്നെ 100-ലേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒട്ടനവധി പേർക്ക് സാന്ത്വന സ്പർശമേകാൻ നാദബ്രഹ്മം ഫൗണ്ടേഷന് സാധിച്ചു എന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. അനശ്വര സംഗീത ഗുരുക്കന്മാരായ വി ദക്ഷിണാമൂർത്തി സ്വാമി, അർജുനൻ മാസ്റ്റർ, ആലപ്പി രംഗനാഥ്, ജയവിജയന്മാരിലെ KG ജയൻ മാസ്റ്റർ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്നിവരുടെയും പി സുശീല, പെരുമ്പാവൂർ G രവീന്ദ്രനാഥ്, TS രാധാകൃഷ്ണൻ, വിദ്യാധരൻ മാസ്റ്റർ, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെയും മഹനീയ സാന്നിധ്യവും അനുഗ്രഹങ്ങളും കൊണ്ട് ധന്യമായ സംഘടനയാണ് നാദബ്രഹ്മം ഫൗണ്ടേഷൻ. ഈ വിശിഷ്ടവേളയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ഞങ്ങൾ ഇതുവരെ നടത്തിയതും വരാനിരിക്കുന്നതുമായ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജമാണ് പകരുന്നത്. സംഗീത സാധനയുടെ സമൃദ്ധമായ പാരമ്പര്യത്തോടുകൂടി നാദബ്രഹ്മം ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഇന്നത്തെ വേദിയിൽ പ്രശസ്ത സംഗീതജ്ഞരും നവപ്രതിഭകളും ചേർന്ന് സംഗീത ഭാവാനുഭൂതി പകരുന്ന ഈ സംഗീത യാത്രയിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തരെയും നാദബ്രഹ്മത്തിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിനൊപ്പം ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ആദരണീയ സംഗീതജ്ഞൻ ശ്രീ മണ്ണൂർ രാജകുമാരനുണ്ണി അവർകൾ, നാദബ്രഹ്മം ഫൗണ്ടേഷൻ സ്ഥാപകരും പ്രസിഡന്റുമായ ശ്രീ MD സോമശേഖർ, തൃശൂർ പത്മനാഭൻ മാസ്റ്റർ, ശ്രീ ജോർജ് PV, ശ്രീമതി സുഗത പ്രസാദ്, ശ്രീ KP ബാലമുരളി. ഗാനരചയിതാവ് ശ്രീ ശ്രീലാൽ പൂങ്കുന്നം. ഗീതം സംഗീതം സാംസ്കാരിക വേദി സെക്രട്ടറി ശ്രീ സുകുമാരൻ ചിത്രസൗധം. ആദ്യമായി പ്രാർത്ഥനാഗീതം ആലപിക്കുന്നതിനായി കുമാരി ആർദ്ര രാധാകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിത്യചൈതന്യമേ നിന്നിലെ കാരുണ്യം നിത്യവും ഞങ്ങളിൽ ചൊരിഞ്ഞിടണം. നിത്യചൈതന്യമേ നിന്നിലെ കാരുണ്യം നിത്യവും ഞങ്ങളിൽ ചൊരിഞ്ഞിടണം. സത്യവും ധർമ്മവും എൻ കളി തോഴരായി നിത്യവും ചരത്തണഞ്ഞിടണം. സത്യവും ധർമ്മവും എൻ കളി തോഴരായി നിത്യവും ചരത്തണഞ്ഞിടണം. നിത്യചൈതന്യമേ നിന്നിലെ കാരുണ്യം നിത്യവും ഞങ്ങളിൽ ചൊരിഞ്ഞിടണം. നിത്യചൈതന്യമേ നിന്നിലെ കാരുണ്യം നിത്യവും ഞങ്ങളിൽ ചൊരിഞ്ഞിടണം. മർത്യനെ മർത്യനായി കാണുവാനിന്നിലെ മസ്തിഷ്കം നന്നായി ഉണർത്തിടണം. മർത്യനെ മർത്യനായി കാണുവാനിന്നിലെ മസ്തിഷ്കം നന്നായി ഉണർത്തിടണം. നിത്യചൈതന്യമേ നിന്നിലെ കാരുണ്യം നിത്യവും ഞങ്ങളിൽ ചൊരിഞ്ഞിടണം. നിത്യചൈതന്യമേ നിന്നിലെ കാരുണ്യം നിത്യവും ഞങ്ങളിൽ ചൊരിഞ്ഞിടണം. സ്വാഗത പ്രസംഗത്തിനായി നാദബ്രഹ്മം ഫൗണ്ടേഷൻ ട്രസ്റ്റി
ശ്രീ മധു ആനല്ലൂരിനെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു സംഗീത സായനം നേരുന്നു. നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കണം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ആരാധ്യനായ വണ്ണൂർ രാജകുമാരി ഉണ്ണി സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നാദബ്രഹ്മത്തിന് വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം വരുന്നു. സർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ഗുരുനാഥൻ, നമ്മുടെ നാദബ്രഹ്മത്തിൻ്റെ നെടുന്തൂൺ എന്ന് വിളിക്കാം നമ്മുടെ സ്വന്തം സോമാഷ്, അദ്ദേഹത്തിന് എൻ്റെ സ്വന്തം പേരിലും നാദബ്രഹ്മം കൾച്ചറൽ ട്രസ്റ്റിൻ്റെ പേരിലും സ്വാഗതം പറയുന്നു. ഇന്ന് നമ്മുടെ നാദബ്രഹ്മം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഏറ്റുവാങ്ങുന്ന മറ്റൊരു വലിയ ഗുരുനാഥൻ നമ്മുടെ സ്വന്തം പത്മനാഭ മാഷിന് എൻ്റെ സ്വന്തം പേരിലും നാദബ്രഹ്മം കൾച്ചറൽ ട്രസ്റ്റിന് വേണ്ടിയും സ്വാഗതം പറയുന്നു. എൻ്റെ പ്രിയ സുഹൃത്തും സംഗീതജ്ഞനും എല്ലാമായ ശ്രീകാന്ത് കുമാർ അറയ്ക്കൽ, അദ്ദേഹം ഇന്ന് എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. സംഗീത സംവിധായകനും ഗായകനും എല്ലാമായ ശ്രീ ബാലമുരളി സർ, അദ്ദേഹത്തിന് എൻ്റെ പേരിലും നാദബ്രഹ്മം ട്രസ്റ്റിന് വേണ്ടിയും സ്വാഗതം പറയുന്നു. ഇന്നത്തെ CD പ്രകാശനം യൂട്യൂബ് ചാനലിലെ ഗാനം ദാസേട്ടനെ കുറിച്ച് എഴുതിയ സുഹൃത്തും നമ്മുടെ സ്വന്തം ശ്രീലാൽ, അദ്ദേഹത്തിന് എൻ്റെ സ്വന്തം പേരിലും നാദബ്രഹ്മം ട്രസ്റ്റിന് വേണ്ടിയും സ്വാഗതം പറഞ്ഞു. സുവർണ വർഷങ്ങൾ പിന്നിട്ട 50 വർഷങ്ങൾ പിന്നിട്ട സ്വന്തം ജോർജേട്ടനും സുഗത ടീച്ചർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു. എൻ്റെ സുഹൃത്ത് ഗീതം സംഗീതത്തിൻ്റെ സെക്രട്ടറി ശ്രീ സുകുമാരൻ ചിത്രസൗധം, അദ്ദേഹത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലും നാദബ്രഹ്മം കൾച്ചറൽ ട്രസ്റ്റിന് വേണ്ടിയിട്ടും സ്വാഗതം പറയുന്നു. പിന്നെ ഇന്ന് ഇവിടെ ഒരു പുസ്തക പ്രകാശനം നടത്തുന്നുണ്ട്. ശ്രീ ഹരിദാസ് കോങ്ങശ്ശേരി എഴുതിയ പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹരിദാസ് ജി. അതുപോലെ തന്നെ ആശംസകൾ ഏൽപ്പിക്കാൻ എത്തിയ IP നാരായണൻകുട്ടി അവരുടെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഇവർക്കും എല്ലാവരെയും ഈ പർട്ടിക്കുലർ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഓർക്കസ്ട്രേഷൻ നൽകാൻ എത്തിയിട്ടുള്ള പോളിയേട്ടൻ ടീം, സൗണ്ട് ഷാജു, പിന്നെ ഇന്ന് നമ്മുടെ കോമ്പയറിങ് ചെയ്യുന്ന ശ്വേത, പിന്നെ നിങ്ങൾക്കേവരെയും ഒരാളെയും വിട്ടുപോയിട്ടില്ല, മീഡിയ, നമ്മുടെ സാഹിത്യ അക്കാദമി അതോറിറ്റി ആൾക്കാർ, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ MD സോമശേഖറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ആദരണീയരായവർക്കും വിനീത നമസ്കാരം. 2025 രണ്ടാമത്തെ വേദിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ തുടരുന്നത്. 36 വർഷങ്ങൾക്ക് മുൻപ് നാദബ്രഹ്മം ഫൗണ്ടേഷൻ ഫോം ചെയ്തപ്പോൾ ഇതുപോലൊരു ദിവസം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എല്ലാ അനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നന്മയാണെന്ന് കരുതുന്നു. പ്രത്യേകിച്ചൊന്നും പ്രതിഫലങ്ങളൊന്നും ഇച്ഛിക്കാതെ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന സാന്ത്വന കർമ്മങ്ങളും സംഗീതത്തിന് കൊടുക്കുന്ന മഹത്തായ സന്ദേശങ്ങളും അതിലൂടെ പറ്റുന്നത്ര കുട്ടികൾക്കോ വലിയവർക്കോ ആർക്കാണെങ്കിലും എല്ലാവർക്കും കഴിയുന്നത്ര പ്രമോഷൻ, ആ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നന്മയോടുകൂടി ചെയ്യാൻ ഞങ്ങൾക്കാവുന്നത് കൊണ്ട് ഇത്രയും കാലഘട്ടം ടെൻഷനില്ലെങ്കിലും ടെൻഷനോടുകൂടി തന്നെ ഈ സംഘടന നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോയി. ഇനിയുള്ള കാലം ഈ സദസ്സിലിരിക്കുന്നവരും ഞങ്ങൾക്ക് പിന്നിലും മുന്നിലും നിന്ന് ഒരുപാട് കാലങ്ങളായി ഞങ്ങളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നവരും ആയിട്ടുള്ളവരുടെ പിന്തുണയാണ് അതിൻ്റെ എനർജി.
അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരുപാട് കർമ്മങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോഴും കമ്മിറ്റഡാണ്. പക്ഷേ ട്രസ്റ്റിൻ്റെ ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല സാഹചര്യങ്ങളിൽ വിഷമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് നമ്മൾക്ക് റിക്വസ്റ്റുകളുണ്ട്. അത് നമുക്ക് എങ്ങനെ നിറവേറ്റണമെന്നറിയില്ല. അങ്ങനെ നാദബ്രഹ്മത്തിൻ്റെ പരിപാടികൾ എന്ന് പറയുമ്പോൾ സംഗീത പരിപാടികളിൽ വ്യക്തമായി പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഡിവോഷണൽ സൈഡിലുള്ള പ്രോഗ്രാംസാണ് എന്നുള്ള ഒരു ഞങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ട് നിർത്തിക്കായിരുന്നു. ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും തിരിച്ച് നമ്മളുടെ മറ്റെല്ലാ മേഖലകളിലും സംഗീതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സ്പർശിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. ഈ കഴിഞ്ഞ പരിപാടിയിലുണ്ടായ വിജയവും അതിൻ്റെ ഊർജവും ഉൾക്കൊണ്ട് ഈ രണ്ടാമത്തെ പരിപാടിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ നന്നായി നമ്മൾക്ക് ചെയ്യണമെന്ന ഒരു വാശിയോടുകൂടി ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ള എല്ലാ ഗായകർക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും സപ്പോർട്ടും പ്രോത്സാഹനവും ഉണ്ടാകണം. പരിമിതികളും പോരായ്മകളൊക്കെ ഉണ്ട്. ഹൈലി പ്രൊഫഷണലായിട്ടുള്ള പാട്ടുകാരല്ല ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ പാടുന്നത്. അതുകൊണ്ട് എല്ലാവരെയും നന്നായി പ്രോത്സാഹിപ്പിച്ച് ഈ സായാഹ്നവും നിങ്ങളുടെ ഓർമ്മകളിൽ നല്ലൊരു ദിവസമായി കുറിക്കപ്പെടണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആദരണീയരായവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സായാഹ്നത്തിന് ഇത്രയും ഒരു മികവ് നൽകിയതിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആദരണീയരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുവാൻ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ മുഖ്യാതിഥിയെ ക്ഷണിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. കർണാടക സംഗീതജ്ഞൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ, മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ടാഗോർ പുരസ്കാര ജേതാവ്, കാഞ്ചികാമകോടി പീഠം ആസ്ഥാന വിദ്വാൻ പട്ടം, ഇതിനെല്ലാം ഉപരിയായി അഭിവന്ദ്യ സംഗീത ഗുരു ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അരുമ ശിഷ്യൻ. 1976 മോഹിനിയാട്ടം എന്ന ചിത്രത്തിലെ രാധിക കൃഷ്ണ രാധിക എന്ന ആദ്യ അഷ്ടപതി ഗാനത്തിലൂടെ തന്നെ ആസ്വാദക ശ്രദ്ധ നേടിയ ഗായകൻ. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയും നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ ആദരണീയ രക്ഷാധികാരിയുമായ ശ്രീ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി സാറിൻ്റെ വിശേഷണങ്ങൾ നിരവധിയാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിനോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നതിനായി നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും പ്രസിഡന്റുമായ ശ്രീ MD സോമശേഖരനെയും ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ
വ്യക്തിത്വങ്ങളെ, സംഗീത ആസ്വാദകരെ, എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. എൻ്റെ ആത്മ സുഹൃത്ത് ഈ നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ എല്ലാമായ സോമശേഖരൻ, അദ്ദേഹം 2-3 മാസം മുമ്പേ ഇങ്ങനൊരു സംഗതിക്ക് വരണം എന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ദാസേട്ടൻ്റെ പിറന്നാൾ ആയിട്ടുള്ള ഏപ്രിൽ 10 നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അത് ജയൻ്റെ മരണം കാരണം മാറ്റി എന്നൊക്കെ ആക്കി. നമ്മൾ വിചാരിക്കാത്തതാണ് പലതും സംഭവിക്കുന്നത്. ഏതായാലും ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗം ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. കാരണം സംഗീതം അലതല്ലി നിൽക്കുന്ന വേദികളിൽ അധികം പ്രസംഗിക്കാൻ പാടില്ല. അതങ്ങനെ പ്രസംഗിച്ചാൽ അത് ഒരു ഔചിത്യബോധമില്ലായ്മയാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം സംഗീതം കേൾക്കുക, സംഗീതത്തിലെല്ലാം ഉണ്ട്. അതിന് അനുബന്ധമായിട്ടുള്ളൊരു ചെറിയ ചടങ്ങാണ് പ്രസംഗം, അത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് എന്നെ ഈ പൊന്നാട നൽകി ആദരിച്ചതിന് ഇതിൻ്റെ ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് സോമനോടും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. തൃശ്ശൂരിനോട് എനിക്ക് പ്രത്യേകിച്ചൊരു കടപ്പാടുണ്ട്, വേറൊന്നുമല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 50-52 വർഷങ്ങൾക്ക് മുമ്പ് വടക്കുനാഥ ക്ഷേത്രത്തിലെ ഒരു ഭക്തിഗാനമേള ഞാനും കമുകര പുരുഷോത്തമനും ലീലച്ചേച്ചി, നെയ്യാറ്റിൻകര വാസുദേവൻ, അങ്ങനെ കുറേ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ശ്രീകുമാരൻ നമ്പിയായിരുന്നു. അന്ന് എനിക്ക് പാടാൻ തന്ന പാട്ട് സത്യശിവ സൗന്ദര്യങ്ങൾ എന്ന ഗാനമാണ്. അതിനുശേഷം ലീലച്ചേച്ചി പാടിയിട്ടുള്ള രാധിക കൃഷ്ണ, ഇന്ന് ഞാൻ പാടുന്ന, അല്ലെങ്കിൽ ദേവരാജൻ മാസ്റ്റർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ദർബാരി ഗാനട തന്നെയാണ്. ചെറിയ വ്യത്യാസം അത്രയേ ഉള്ളൂ. ഈ 2 ഗാനങ്ങളാണ് എനിക്ക് പാടാനുള്ള അവസരം തന്നത്. ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ശ്രീകുമാരൻ നമ്പി നേരിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടമായി, നല്ല ശബ്ദം. എൻ്റെ മകൻ്റെ പേരും രാജകുമാരൻ തന്നെയാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാനൊരു സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് ഒരു പാട്ട് പാടാൻ വരാൻ പറ്റുമോ എന്നെന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം, സന്തോഷമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ടെലഗ്രാം വന്നു. ഫോണൊന്നുമില്ല. മദ്രാസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മദ്രാസിലെത്തി, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അന്ന് മോഹിനിയാട്ടം എന്നല്ല പേര് സിനിമയുടെ, വിഷു കൈനേട്ടം എന്നാണ്. ദേവരാജൻ മാസ്റ്ററുടെ അടുത്ത് പോവുകയാണ് നമ്മളിപ്പോൾ. കാന്തര നഗറിൽ ദേവരാജൻ മാസ്റ്റർ താമസിക്കുന്ന സ്ഥലത്ത് പോവുകയാണ്. അദ്ദേഹത്തിന് സംഗീതം ബോധ്യപ്പെട്ടാൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അഥവാ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകാൻ വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു വിഷമവും ഇല്ല, തമ്പിച്ചേട്ടൻ വിളിച്ചു വന്നു, അതുപോലെ തന്നെ മടങ്ങി പോകാൻ പറ്റില്ലെങ്കിലേ എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ടൊരു വൈകുന്നേരം ദേവരാജൻ മാസ്റ്റർ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ജയചന്ദ്രൻ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ പോലെയല്ല, ഒന്നിച്ച് പാട്ട് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് ഒരു 3, 4, 5 ദിവസം ആ പാട്ട് പഠിച്ച്, ഓരോരോ ദിവസവും പഠിച്ചിട്ട് ഒന്നിച്ചിട്ടാണ് റെക്കോർഡിങ്. ഇടയ്ക്കിടയ്ക്ക് ബിറ്റ് ഇതായിട്ട് വായിക്കുകയല്ല. നമ്മൾ എവിടെയെങ്കിലും താളം തിരി ഓടുകയൊക്കെ ചെയ്താൽ ആദ്യം പാടണം. അതുപോലെ തബല വായിക്കുന്ന ആൾക്ക് ഇത്തിരി സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്താൽ ആദ്യം പാടണം. ഇന്നിപ്പോൾ അതിനേക്കാളിലൊക്കെ സൗകര്യങ്ങളുണ്ട്. ശ്രുതി വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ മെലഡൈൻ എന്നുള്ള പറഞ്ഞ സാധനം കാരണം ശ്രുതി ഇത്തിരി അപകടം വന്നാലും കറക്റ്റ് പിച്ചിലേക്ക് എത്തിക്കാനുള്ള ടെക്നോളജി വർദ്ധിച്ചിട്ടുണ്ട്. അന്ന് അതൊന്നുമില്ല. ഏതായാലും ദേവരാജ് മാസ്റ്ററുടെ അടുത്ത് വന്നു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ചുരുക്കം പറയുകയാണ്, പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ പാടിയ പാട്ട് പുഷ്പാഭരണം എന്ന് പറഞ്ഞിട്ടുള്ള ചന്ദ്രകാന്തത്തിലത്തെ ശ്രീകുമാരൻ തമ്പി, MS വിശ്വനാഥൻ കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള പാട്ടാണ്. അത് പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വികാരവും ഇല്ലാണ്ട് ഹാർമോണിയം വെച്ച് ഇങ്ങനെ ഇരുന്നു, ഒന്നും പറയുന്നില്ല. അപ്പോൾ തമ്പി എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ട് പാടുമോ, ചക്രവർത്തിനി അറിയോ വെച്ചു. പാടാമെന്ന് പറഞ്ഞു. ചക്രവർത്തിനി പല്ലവി പാടി. അപ്പോഴും ദേവരാജൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു നിശബ്ദത, ഒരു 3-4 മിനിറ്റ്. അപ്പോൾ ജയേന്ദ്രനൊക്കെ പറയുന്നുണ്ട്, അസലായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവരാജൻ മാസ്റ്റർ ചോദിച്ചു, ഇയാൾക്ക് സിനിമയിലല്ലാണ്ട് സെമി ക്ലാസിക്കലായിട്ടുള്ള വല്ല ഗാനങ്ങളും പാടാൻ പറ്റുമോ? അപ്പം ഞാൻ സംഗീത സംവിധാനം ചെയ്ത ആ കാലത്തെ ഒരു ഗാനമുണ്ടായിരുന്നു, നരേന്ദ്രമേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള കവി രചിച്ച ഒരു ഗാനം. അത് പാടി. ഏതാണ്ട് അതിങ്ങനെയാണ്: ശിശിരരഥത്തിൽ ശിരീഷസുമങ്ങളിൽ ശീതള നീല ദിനാദതലങ്ങളിൽ ശ്വേതപദ്മ പരാഗമണിഞ്ഞൻ ദേവിയുണർന്നീ നവരാവുകളിൽ ഇത് പാടിയപ്പോൾ അപ്പോഴും നന്നോ ഗംഭീരായതൊന്നും പറഞ്ഞില്ല. നാളെ സ്റ്റുഡിയോയിൽ വന്നിട്ട് റെക്കോർഡിസ്റ്റിൻ്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പാട്ട് പാടി ഉടനെ എന്ത് ചോദിച്ചു, ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്തതല്ലേ അത് ചോദിച്ചു ആരെ, ദേവരാജ മാസ്റ്റർ. അപ്പം ഞാൻ ശുദ്ധഗതിക്ക് എന്ത് പറഞ്ഞു, അല്ല ഞാൻ സംഗീതം ചെയ്തതാണ് പറഞ്ഞു. തമ്പി അപ്പം തന്നെ അതിനെ മാറ്റി അവിടെ തന്നെ. എന്താ ഉണ്ണി പറഞ്ഞത്, ആരാ സംഗീതം ചെയ്തതെന്ന് ചോദിച്ചു, ആരാ പാടിയതെന്നല്ല മാഷേ, ഇത് ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്തതാണ് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഞാൻ ചെയ്തത് എന്താവും അതിൻ്റെ. കാറിൽ വരുമ്പോൾ തമ്പി പറഞ്ഞു, സിനിമയെ പറ്റിയിട്ട് ഉണ്ണിക്ക് അറിയില്ല, ഈ ലോകം വളരെ ഭയങ്കരമാണ്. ഇത് അദ്ദേഹത്തിന് ഈ പാട്ട് ഇഷ്ടമായിരുന്നു, സംഗീത സംവിധാനം ചെയ്ത് ഇഷ്ടമായിരുന്നു. ഇത് ഉണ്ണി തന്നെയാണ് ചെയ്തത് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒറ്റ കാരണം വെച്ച് ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചേക്കാം. അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡാണത്, എനിക്കറിയാതെ. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കറിയില്ലല്ലോ എന്നും പറഞ്ഞു. പിറ്റേ ദിവസം റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോയി പാട്ട് പാടി. ഇതേ പാട്ട് പാടിയിട്ട് അവസാനിക്കുന്ന മുമ്പേ റെക്കോർഡിസ്റ്റ് പറഞ്ഞു, വളരെ സ്യൂട്ടബിളാണ്, മൈക്രോഫോണിക്കാണ് വോയിസ് എന്ന് പറഞ്ഞു. തമ്പി പറഞ്ഞു, അപ്പം എന്നാൽ എടുക്കാലോ അല്ലേ സാർ. അങ്ങനെയാണ് എനിക്കിതിൽ പാടാനുള്ള അവസരം കിട്ടിയത്. പിന്നെ ദേവരാജ മാസ്റ്റർക്ക് വലിയ ഇഷ്ടമായി, ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്താ പറയുക, അദ്ദേഹം പറഞ്ഞു അതേ ഡിറ്റോ പാടണം. അപ്പോൾ എന്നോട് പറഞ്ഞു, 2.5 കട്ട ശ്രുതിക്ക് പാടാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, 1.5 കട്ടയ്ക്കൊക്കെയാണ് ആ കാലത്ത് പാടാറുള്ളൂ, 2.5 എനിക്ക് പറ്റുമോ അറിയില്ല ചോദിച്ചു. 2.5 പാടിയേ തീരുമോ, അതൊന്നും ഒട്ടും വിട്ടുവീഴ്ചയില്ല. എനിക്ക് പേടിയായി, കാരണം ശബ്ദം മുകളിലും താഴെ എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. എന്തെങ്കിലും ദൈവത്തിനെ വിചാരിച്ച് പാടി. അങ്ങനെയാണ് ഇതിരിക്കുക. അപ്പോൾ ഞാൻ അതെനിക്ക് പറയല്ല, തൃശ്ശൂർ ആയിരുന്ന് എനിക്ക് പിന്നണി ഗാനം പാടാനുള്ള അവസരത്തിൻ്റെ തുടക്കമുണ്ടായത്. അപ്പോൾ തൃശ്ശൂരിനോട് എനിക്ക് വല്ലാത്തൊരു കടപ്പാടുണ്ട്, എന്നൊരു ഇവിടുത്തെ സഹൃദയരോടും സംഗീതജ്ഞരോടും. ഇന്ന് ഇവിടെ 2 പ്രതിഭകളെ കുറിച്ച് പറയുകയാണ്. ഒന്ന് നമ്മുടെ സാക്ഷാൽ ദാസേട്ടൻ, രണ്ടാമത് ഈയിടെ നമ്മളെല്ലാം ദുഃഖത്തിലാക്കിയ സംഗീതജ്ഞൻ ഭാവഗായകൻ ജയചന്ദ്രൻ. ഇവരെ രണ്ടാളെക്കുറിച്ച് വിസ്തരിച്ച് പറയാനുള്ള സമയമില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇരിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ എന്നെക്കാട്ടിലും ഈ 2 കൂട്ടരുടെ സംഗീതത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ദേവരാജ മാസ്റ്റർ എപ്പോഴും യേശുദാസിനെ പാട്ടിനെ പറ്റി പറയാറുണ്ട്. യേശുവിൻ്റെ പാട്ടിന് പ്രത്യേകത എന്താ വെച്ചാൽ ഭാവം. ജയൻ്റെ പാട്ടിനും അതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, സംഗീതത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകം ഏതാണ് ചോദിച്ചു. അപ്പോൾ ഞാൻ അറിയാണ്ടെന്ന് പറഞ്ഞു, ശബ്ദ സൗകുമാര്യം, ശബ്ദ മാധുര്യം അല്ല. ദേവരാജ മാസ്റ്റർ പറഞ്ഞു, ആദ്യം ഞാൻ മാർക്ക് കൊടുക്കുക ഭാവത്തിനാണ്. ഒരു പാട്ട് പാടുമ്പോൾ ആ ഭാവം ആ ഗാനത്തിൽ എങ്ങനെ വന്നിട്ടുണ്ട് പാടണേൽ ഒന്ന്. രണ്ടാമത് ഡിക്ഷൻ, അക്ഷരശുദ്ധി, വളരെ പെറുക്കിയെടുത്ത പോലെ അക്ഷരങ്ങൾ കിട്ടണം. മൂന്നാമത്തെയാണ് വരുന്നുള്ളൂ ശാരീരം. അപ്പോൾ ഭാവം, അക്ഷരശുദ്ധി, ഡിക്ഷൻ, ശാരീരം, ഈ 3 ഇങ്ങനെയാണ് ഞാൻ പോകാറുള്ളത് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ വേറെയാണ്. അങ്ങനെ യേശുദാസിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നിരവധി ഗാനങ്ങൾ, ഏത് ടൈപ്പ് ഗാനങ്ങൾ വേണമെങ്കിലും പാടാറുണ്ട്. ഞാൻ ഈയിടെ അടുത്ത ദിവസം കൂടി ഒരു 3-4 മാസം മുമ്പേ വിളിച്ചു. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വിളിക്കും. അദ്ദേഹം ഡള്ളാസിലാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് വിളിച്ചപ്പോൾ എന്നും അദ്ദേഹം അവരുടെ രാഗങ്ങൾ പഠിക്കുകയാണ്. അതാണ് ഈ 85 വയസ്സിലും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചില ദിവസം എന്നെ ഇങ്ങോട്ട് ചിലപ്പോൾ വിളിക്കും.
എന്താ വെച്ചപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ രാഗമല്ല, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ. അപ്പോൾ ഉണ്ണിയൊന്ന് കേൾപ്പിച്ചളയാന്ന് പറഞ്ഞിട്ടാണ്. എന്താ ചോദിച്ചപ്പോൾ രാംകലി എന്ന് പറഞ്ഞിട്ടുള്ള രാഗമാണ്. അത് കേട്ടിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഹിന്ദുസ്ഥാനി രാഗമാണ് രാംകലി. ഇത് ഭൈരവ് താട്ട്, ഭൈരവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മായാമളകൂള, അതിന് കറസ്പോണ്ടിങ് ആണ് ഭൈരവ്. ഇതിലാണ് വരണത് എന്ന് പറഞ്ഞിട്ട് ആ രാഗത്തിൻ്റെ സമയക്കുറവോട് ഞാനൊന്നും പാടിത്തരുന്നില്ല. അതിൻ്റെ ഭാവങ്ങൾ കാണിച്ച് അതിലത്തെ കോമ്പോസിഷൻസ് ഇതെല്ലാം വിസ്തരിച്ച് പാടിത്തന്നു. എന്നിട്ട് പറഞ്ഞു ഈ മൊബൈലിൽ വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് വീഡിയോ ആക്കുമോ. അതെന്തിനാണെന്ന് ചോദിച്ചു. ഒരു കാര്യം കാണിച്ചു തരാനാണ് പറഞ്ഞു. ഞാൻ വീഡിയോ എടുത്തു. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അലമാര കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സംഗീതം പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ആ വലിയ അലമാര, ഒരു 3-4 അലമാരകളുടെ റൂമിൽ. അതിൽ ഓരോന്നിനെയും വിശിഷ്ട രംഗരാമാനുജയ്യങ്കാർ മുതൽക്ക് എല്ലാ കമ്പോസേഴ്സിൻ്റെ കീർത്തനങ്ങളും അടങ്ങിയിട്ടുള്ള വലിയ ഗ്രന്ഥശേഖരമാണ്. കുറേ തിയറി ഉള്ള പുസ്തകങ്ങളുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു രാവിലെ അയച്ചാൽ ഞാനിത് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് കുറച്ച് പഠിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ സമയത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല, തെലുങ്ക് ഭാഷ നമുക്ക് അത്ര അറിയില്ല, അപ്പോൾ അതിൽ തെറ്റ് വരുന്നുണ്ട്. നമ്മൾ ഉച്ചരിക്കുമ്പോൾ തെലുങ്ക് ഭാഷ അറിയാത്തതുകൊണ്ട് അതിലൊരുപാട് തെറ്റ് വരുന്നുണ്ട്. അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തെലുങ്ക് ഞാൻ പഠിച്ച് തെലുങ്കിലത്തെ കീർത്തനത്തിൻ്റെ വേർഡ് ബൈ വേർഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 500-600 കീർത്തനങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ 70-80 ആയിട്ടുള്ളൂ. ക്രമേണ അത് പൂർത്തീകരിക്കണം എന്നാണ് മോഹം. എന്നാൽ അക്ഷരശുദ്ധിയോട് കൂടി, ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട്, അർത്ഥശുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും പാടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു ചോദ്യം എന്ത് ചോദിച്ചു, ദാസേട്ടനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സിനിമയിൽ ഇത്രയും അധികം പാടിയിട്ട് ദാസേട്ടൻ അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടിയത്? കാശിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, പൈസ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്, അതല്ല, വേറെ എന്ത് ബെനിഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്? അതായത് ദാസേട്ടൻ്റെ സംഗീതത്തിന് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലോ, ഇതിന് സിനിമയിൽ ഗാനങ്ങൾ പാടിയിട്ട് അതെങ്ങനെ സഹായകമായി എന്ന് ചോദിച്ചു. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു സഹായകമാവുക എന്ന് പറഞ്ഞാൽ സഹായകമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ രവീന്ദ്ര ജെയിൻ, ഖയാം, ഇവിടെ MS വിശ്വനാഥൻ സാറ്, ദക്ഷിണാമൂർത്തി സ്വാമി, അർജുനൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ, ബാബുരാജർ, അങ്ങനെ കുറേ ആൾക്കാർ മ്യൂസിക് കമ്പോസേഴ്സ് ഉണ്ട്. ഇവരൊക്കെ പാടിത്തരുമ്പോൾ നമ്മൾ ഡിറ്റോ അതുപോലെ പാടണം. വേണ്ടേ ചോദിച്ചതിനോട് വേണം. അല്ലാണ്ട് ഇന്ന ഭാഗത്ത് അതുവരെ ഞാൻ പാടാം, അവിടുത്തെ കുറച്ച് ഭാഗം എൻ്റെ തൊണ്ടയിൽ വരില്ല എന്ന് പറഞ്ഞാൽ എന്നെ അവർ തള്ളില്ലേ, പാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പാടുന്ന അതേ എന്താ പറയണ്ടേ രീതിയിൽ തെറ്റാതെ പാടാൻ സാധിക്കണം. ചിലപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ നോട്ട്സിനൊക്കെ വേരിയേഷൻ ചെയ്ത് പോയിട്ടിരിക്കും ഭാവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എനിക്ക് നല്ല ട്രെയിനിങ് ആയിരുന്നു. വീട്ടിൽ പോയിട്ട് ഇരുന്ന് പഠിച്ച് ആ ന്യൂയാൻസസ് അതുപോലെ വരണം. അത് വലിയൊരു മെച്ചമായിട്ടുണ്ട്. പലതരം സിനിമാ പാട്ടുകൾ പാടുമ്പോൾ എൻ്റെ കർണാടക സംഗീതത്തിനും എൻ്റെ മൊത്തത്തിലുള്ള സംഗീതത്തിനും അത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാനത് പറയാൻ കാരണം എന്താ അറിയോ, ഇവിടെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് നാദബ്രഹ്മം. മാത്രമല്ല അതിലുപരി സാധാരണക്കാർ, വേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക്, കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരെ പിടിച്ച് കൈ ഉയർത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ സംഘടന കൂടിയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ഒരു അപ്രീഷിയേഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സാധാരണക്കാരൻ്റെ വേദനകൾ അകറ്റാൻ. സാധാരണക്കാരന് ഒരുപാട് വേദനകളുണ്ട്. ആ വേദനകളെ വേറൊരു തരത്തിലേക്ക് ആക്കിയിട്ട് അതിനെ കുറച്ച് മധുരം കൊടുക്കുക, അതിന് താൽക്കാലികമായിട്ടത് ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കർണാടക സംഗീതം നമ്മുടെ എല്ലാ ബേസിസാണ്, അടിസ്ഥാനപരമായിട്ട് സംഗീതമാണ്. കർണാടക സംഗീതം എങ്ങനെ പേര് വന്നെന്നുള്ളത് ഒരിക്കലും ഞാൻ ഇതുപോലെ തന്നെ ബാലമുരളി കൃഷ്ണയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ കാലത്ത് കോൺവെർസേഷൻ ചെയ്യാറുണ്ട് ഫോണിൽ കൂടെ. അപ്പോൾ അദ്ദേഹം രാഗങ്ങളൊക്കെ പറഞ്ഞു തരും, മദ്രാസിൽ നിന്ന് ഫോണിൽ കൂടെ പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു കർണാടക സംഗീതം എന്ന് പറഞ്ഞിട്ടുള്ളത് കർണാടകത്തിൽ നിന്ന് ഉണ്ടായതായതുകൊണ്ടാണോ
കർണാടക സംഗീതം എന്ന് പറയുന്നത്. പുരന്ദരദാസരൊക്കെ ഇതിൻ്റെ ആദ്യ കവികളായിരുന്നല്ലോ. അപ്പോൾ ബാലമുരളീകൃഷ്ണ പറഞ്ഞു ഡെഫിനറ്റ്ലി നോ, അതല്ല ഇതിനർത്ഥം. കർണേഷു അട ഇതി കർണാടക, കർണേഷു അട ഇതി കർണാടക, അതായത് ദാറ്റ് വിച്ച് പ്ലീസസ് ദ ഇയർ, ചെവിക്ക് മാധുര്യം തരുന്ന സന്തോഷം തരുന്ന ഏതോ അതൊക്കെ കർണാടക സംഗീതമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളിന്ന് പാടുന്ന ട്രഡീഷണലായിട്ട് പാടുന്ന കർണാടക സംഗീതം മാത്രമല്ല കർണാടകം. ഒരു ഫോക്ക് സോങ് നമുക്ക് അത്രയും മധുരമായിട്ട് നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കുന്നു വെച്ചാൽ അതിനെയും കർണാടക സംഗീതം എന്ന് വിളിക്കണേന് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ സംശയം ദാസേട്ടനോട് ചോദിച്ചു. ബാലമുരളീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അദ്ദേഹം പറഞ്ഞതിൽ വളരെ വാസ്തവമാണത്, അതാണ് വാസ്തവം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ ഇനി കൂടുതൽ പറയുന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു പാട്ട് പാടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പിന്നെ ബഹുമാനായിട്ടുള്ള ശ്രീ പത്മനാഭൻ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹമായിട്ടുള്ള പരിചയം ഒരുപാട് വർഷങ്ങളുടെ മുമ്പെയാണ്, കുറേ കാലമായി കാണാറില്ലായിരുന്നു. പിന്നെ ശ്രീ ബാലമുരളി ഇരിക്കുന്നത്, അദ്ദേഹമായിട്ടുള്ള ബന്ധവും വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. ഏതായാലും ഈ മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം, അതുപോലെ കൊങ്ങശ്ശേരി എൻ്റെ ശിഷ്യനും കൂടിയാണ് ഹരിദാസ്, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം റിലീസ് ചെയ്യാണ്. അതിലൊരു 4 വരി പാടണമെന്ന് പറഞ്ഞു എഴുതി തന്നിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒപ്പം 4 വരി പാടാം. വലിയ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല, എനിക്കറിയാവുന്ന പോലെ പാടാം. ഏതായാലും ഇത്രയും നിറഞ്ഞ സദസ്സ് ഈ പരിപാടി ആസ്വദിക്കാൻ ഇവിടെ എത്തിയാൽ സംഗീതത്തിനെ നിങ്ങളെല്ലാം എത്രയധികം മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിന് ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. ഈ വലിയ പരിപാടിയിൽ എനിക്ക് പങ്കുകൊള്ളാൻ സാധിച്ചത് ദൈവാനുഗ്രഹം മാത്രമാണെന്ന് വിചാരിക്കുകയാണ്. ഈ സംഘടനയ്ക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ നന്മകളും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫങ്ഷൻ ഇത് ഞാൻ ഔപചാരികമായി നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങാണ് അടുത്തത്. സുവർണ സംഗീത കാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഗീതോപാസകനെ ആദരിക്കുന്ന മഹത്തായ ഈ സന്ദർഭം നാദബ്രഹ്മം ഫൗണ്ടേഷനും ഒരു അഭിമാന നിമിഷമാണ്. സംഗീത ലോകത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകൾ മാനിച്ചുകൊണ്ട് പ്രശസ്ത സംഗീതജ്ഞനും ചലച്ചിത്ര പിന്നണി ഗായകനുമായ ശ്രീ തൃശൂർ പത്മനാഭൻ മാസ്റ്ററാണ് നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ ഈ പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. ഗായകനായും ഗാനരചയിതാവായും സംഗീത സംവിധായകനായും അനവധി ആസ്വാദക മനസ്സുകൾ കീഴടക്കിയ ഒരു സംഗീത ഗുരു കൂടിയായ പ്രതിഭാശാലിയാണ് ശ്രീ തൃശൂർ പത്മനാഭൻ മാസ്റ്റർ. തൃശ്ശൂരിൻ്റെ സംഗീത രംഗത്ത് 6 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന മാസ്റ്റർ 70കളിൽ മലയാള സിനിമാ സംഗീതത്തിൻ്റെ അവസാന വാക്കായിരുന്ന ജി ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ പാടാൻ കഴിഞ്ഞ അപൂർവം ഗായകരിൽ ഒരാൾ കൂടിയാണ്. തിയേറ്റർ കാണാതെ പോയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ രചനയിൽ ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി പത്മനാഭൻ മാസ്റ്റർ പാടിയ ആ ഗാനം ദേവരാജൻ മാസ്റ്ററുടെ എല്ലാ ഗാനങ്ങളും ഉൾപ്പെടുത്തി പുറത്തിറക്കിയ ദേവരാജ ഗീതികൾ എന്ന ബൃഹത് ഗ്രന്ഥത്തിൽ പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. ഉദയൻ എന്ന പേരിലാണ് പത്മനാഭൻ മാസ്റ്ററെ പിന്നണി ഗാനരംഗത്ത് അവതരിപ്പിച്ചത്. കൂടാതെ MK അർജുനൻ മാസ്റ്ററുടെ സംഗീതത്തിൽ നിറമാല എന്ന ചിത്രത്തിന് വേണ്ടിയും അദ്ദേഹം പാടുകയുണ്ടായി. അഷ്ടപതി എന്ന ചിത്രത്തിൽ യേശുദാസിൻ്റെ ഗാനം പാടി അഭിനയിച്ചതും മാസ്റ്ററായിരുന്നു. 15 വർഷത്തോളം അനശ്വര സംഗീത ഗുരു തൃശൂർ R കൃഷ്ണയ്യരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചിട്ടുള്ള ശ്രീ പത്മനാഭൻ മാസ്റ്റർ 1970 നവരാത്രി നാളിൽ തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഒരു ഭക്തിഗാനം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം കുറിച്ചത്. ഭക്തിഗാനമേള എന്ന സംഗീത ശാഖയ്ക്ക് തൃശ്ശൂരിൽ ആരംഭം കുറിച്ച വ്യക്തി കൂടിയായ അദ്ദേഹം കേരളത്തിനകത്തും പുറത്തുമായി പാടാത്ത ക്ഷേത്രങ്ങളില്ല എന്നു തന്നെ പറയാം. തൃശ്ശൂരിൽ പ്രൊഫഷണൽ ഗാനമേളകൾക്ക് തുടക്കമിട്ടതും പത്മനാഭൻ മാസ്റ്ററായിരുന്നു. ഇതിനായി കൊച്ചിയിൽ നിന്നും പ്രമുഖ ട്രൂപ്പുകളിലെ അംഗങ്ങളെ പലതവണ തൃശ്ശൂരിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. 6ലേറെ ദശകങ്ങളായി സംഗീത ലോകത്തെ ദീപം പോലെ പ്രകാശിച്ച അദ്ദേഹം
തൻ്റെ കർണാനന്ദകരമായ ആലാപന ശൈലിയിൽ എന്ന പോലെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ രൂപസാദൃശ്യം കൊണ്ടും അന്നത്തെ വേദികൾക്ക് നയന സാജീവ്യം പകർന്നിരുന്നു. ഒരു തലമുറയുടെ സ്വപ്നങ്ങളെ ഗാനങ്ങളാക്കി മാറ്റിയ ഗുരുവിനെ ആദരിക്കുന്ന ഈ നിമിഷം നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ അവിസ്മരണീയമായി നിലകൊള്ളട്ടെ. സംഗീത ലോകത്തെയും സംഗീത പ്രേമികളെയും ഏകനായി നയിച്ച മഹാനായ പ്രതിഭയ്ക്ക് നിറഞ്ഞ സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നൽകുന്നതിനായി ആദരണീയനായ ശ്രീ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി അവർകളെ സാദരം ക്ഷണിക്കുന്നു. നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുവാൻ ശ്രീ പത്മനാഭൻ മാഷിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലിരിക്കുന്ന